നമസ്കാരം. ടോട്ടൽ ഫുട്ബോൾ മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നലെ മാഞ്ചസ്റ്റർ സിറ്റി ഇന്റർ മിലാൻ മത്സരം ഉണ്ടായിരുന്നു. സിറ്റിയുടെ സ്റ്റേഡിയമായ എത്തിഹാഡിലായിരുന്നു മത്സരം നടന്നത്. സ്കോർ ലൈൻ 0-0 ആണെങ്കിലും ഒരു ബോറിംഗ് കളി ആയിരുന്നില്ല. രണ്ടുപേർക്കും ചാൻസ് കിട്ടിയായിരുന്നു. രണ്ടുപേരും കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഒരു മത്സരമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. സിറ്റിയുടെ സ്റ്റൈല് സ്ഥിരം ആ ഒരു ഫ്രീ ഫ്ലോയിങ് ടച്ച് സ്റ്റൈൽ തന്നെയായിരുന്നു ഇന്നലെ കളിച്ചത്. അവരതിൽ നിന്ന് ഒരു മാറ്റം എന്തായാലും കളിക്കാൻ പോകുന്നില്ല. ഇന്റർ മിലാന്റെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ സിറ്റിയെ കൗണ്ടറിൽ ബ്രേക്ക് ചെയ്യുക എന്നൊരു സ്ട്രാറ്റജി ആയിരുന്നു ഇന്നലെ മാച്ചിലുടനീളം കണ്ടത്. അത് അവര് ഏഹ് കുറച്ചൊക്കെ സക്സസ് ആയി എന്ന് തന്നെ പറയാം ഇന്റർ മിലാന്റെ സ്ട്രാറ്റജി. കുറെ നല്ല അവസരങ്ങൾ കിട്ടിയായിരുന്നു. പക്ഷെ കൺവേർട്ട് ചെയ്യാൻ അവർക്ക് പറ്റിയില്ല. സിറ്റിയും നല്ല പോലെ കളിച്ചായിരുന്നു. അവർക്കും ഇന്ററിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ല. സിറ്റിക്കും ഒരുപാട് ചാൻസ് കിട്ടിയായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു മാച്ച് ആയിരുന്നു. ആര് എത്ര വേണേലും ഗോൾ അടിക്കാം എന്നൊരു പോയൊരു മാച്ച് ആയിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ സ്കോർ ലൈൻ 0-0 ആയി. ഇനിയിപ്പോ നമ്മൾ ലൈനപ്പിലേക്ക് വന്നാലും സിറ്റിയുടെ ലൈനപ്പിൽ കാര്യമായ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് റോഡ്രി സ്റ്റാർട്ടിംഗ് ലെവലിലേക്ക് വന്നു. നമുക്കറിയാം റോഡ്രി പ്രീമിയർ ലീഗിന്റെ ആദ്യത്തെ 3 മത്സരങ്ങളും കളിച്ചില്ലായിരുന്നു. നാലാമത്തെ മത്സരത്തിലായിരുന്നു ടീമിലേക്ക് വന്നത്. അന്ന് അയാൾ ബെഞ്ചിലായിരുന്നു. ഇന്ന് റോഡ്രിക്ക് സ്റ്റാർട്ടിംഗ് ലെവലിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. അതേപോലെ ഇന്റർ മിലാന്റെ സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ ലൗട്ടറോ മാർട്ടിനസ് ഇല്ലായിരുന്നു. ഏഹ് അതേപോലെ ഇഞ്ചുറി പറ്റിയ ഡിമാർക്കോ ടീമിൽ തന്നെ ഇല്ലായിരുന്നു. ഇതായിരുന്നു ഒരു സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ വന്നൊരു മേജർ ഡിഫറൻസ്. കളിയിലേക്ക് വരികയാണെങ്കിൽ രണ്ട് ടീമുകൾക്കും ചാൻസ് കിട്ടിയിരുന്നു. ഒരു മേജർ ചാൻസ് ഓർത്തെടുക്കാനായിരുന്നെങ്കിൽ ഇന്റർ മിലാന്റെ ഡാർമിയന് ഒരു ചാൻസ് കിട്ടിയിരുന്നു. പുള്ളിക്കാരൻ പോസ്റ്റിന് മുന്നിൽ പണ്ടത്തെ റയലിന്റെ ഗൂട്ടി കൊടുത്ത ഒരു പാസ്, ബാക്ക് പാസ് കൊടുക്കുന്നത്, നോ ലുക്ക് ബാക്ക് പാസ് കൊടുക്കാൻ നോക്കിയിട്ട് അത് സിറ്റി ഡിഫെൻഡ് ചെയ്ത് കളയുന്നതാണ് കണ്ടത്. കളിയുടെ 52-ാം മിനിറ്റിലായിരുന്നു ഈ ഒരു മൊമെന്റ് വന്നത്. അതൊരു നല്ല ചാൻസ് ആയിരുന്നു. പക്ഷെ പുള്ളിക്കാരൻ ഒരു ഡിസിഷൻ മേക്കിംഗ് പിഴവ് അവിടെ വന്നതാണ് വിനയായത്. അതേപോലെ സിറ്റിയുടെ ചാൻസ് നോക്കുകയാണെങ്കിൽ ഫിൽ ഫോർഡിന് ഒരു കിടിലൻ ചാൻസ് കിട്ടിയായിരുന്നു. ഒരു ക്ലോസ് റേഞ്ച് ഷോട്ട് യാൻ സമർ സേവ് ചെയ്യുകയായിരുന്നു അവിടെ നമ്മൾ കണ്ടത്. പിന്നെ വേറെ ചാൻസുകൾ നോക്കുകയാണെങ്കിൽ കളി അവസാനിക്കാൻ ഒരു ഒരു 5-6 മിനിറ്റിനുള്ളിൽ ഉള്ളിൽ ഇക്കെ ഗുണ്ടകളിന് രണ്ട് ഹെഡർ ചാൻസ് കിട്ടിയായിരുന്നു. ഒന്ന് സ്ട്രൈറ്റ് ടു യാൻ സമർ ആയിരുന്നു. മറ്റേതാണെങ്കിൽ ക്രോസ് ബാറിന്റെ മുകളിലേക്ക് കൂടെ പോയി. അങ്ങനെ ചാൻസുകൾ വന്നുകൊണ്ടേ ഇരുന്നായിരുന്നു സിറ്റിക്ക് ഇന്റർ മിലാനും. ഇന്റർ മിലാനാണെങ്കിലും കൗണ്ടർ അറ്റാക്കിങ്ങിൽ സിറ്റിയെ ഒരുപാട് വെള്ളം കുടിപ്പിച്ചായിരുന്നു സത്യം പറഞ്ഞാൽ. പക്ഷെ സ്കോർ ലൈൻ 0-0 തന്നെ ആയിപ്പോയി. രണ്ട് ടീമുകളുടെ പ്ലേയേഴ്സിന്റെ കാര്യത്തിൽ നോക്കിയാൽ ഹാളണ്ട് ഇന്നലെ കുറച്ച് സൈലന്റ് ആയിരുന്നു. അത്ര ഒരു ഓഫ് ഗെയിം ആയിരുന്നു ഹാളണ്ടിന്റെ. അത്ര ഒരു ഇൻവോൾവ്മെന്റ് ഒന്നും ഞാൻ കണ്ടില്ല ഹാളണ്ടിന്റെ. പിന്നെ സിറ്റിയുടെ ഒരു ബെസ്റ്റ് പ്ലെയർ എന്ന് പറയാൻ അങ്ങനെ മോശമായിട്ടൊന്നും ആരും കളിച്ചില്ല. പക്ഷെ എനിക്ക് ഗ്വാർഡിയോളിന്റെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടായിരുന്നു ഇന്നലെ. ഒന്ന് രണ്ട് ബ്ലോക്ക് ഒക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇന്ററിന്റെ ഒരു അറ്റാക്ക് എഡേഴ്സൺ സൈഡിലോട്ട് പോയി ഗോൾ പോസ്റ്റ് വിട്ട് സൈഡിലോട്ട് പോയി ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്ന നേരെ ഇന്റർ പ്ലെയറിന്റെ ഡാർമിയന്റെ കാലിൽ തന്നെ വന്നു. ഡാർമിയൻ അതൊരു ഫസ്റ്റ് ടൈം ഷോട്ട് എടുത്ത് ഗാർഡിയോള ബ്ലോക്ക് ചെയ്യുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടായിരുന്നു. ഗാർഡിയോള എനിക്ക് നല്ല ഒരു മാച്ച് ഇന്നലെ കളിച്ചതായിട്ട് തോന്നി. അതേപോലെ ഗ്രീലിഷ് ലെഫ്റ്റ് വിങ്ങിലൂടെ നല്ല ഒരു കോൺസ്റ്റന്റ് ന്യൂസൻസ് ആയിരുന്നു ഇന്റർ മിലാന്റെ റൈറ്റ് ബാക്കിൽ. നമ്മുടെ ഗ്രീലിഷും നല്ലവർക്ക് ഇന്നലെ കളിച്ചായിരുന്നു. റോഡ്രി ആസ് യൂഷ്വൽ പണ്ടത്തെ കിടിലൻ ഒരു കളിയായിരുന്നു ഇന്നലെയും കളിച്ചത്. കുറെ ഇന്റർ മിലാന്റെ കുറെ കൗണ്ടർ അറ്റാക്ക് ഒക്കെ റോഡ്രി സ്റ്റോപ്പ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ നമ്മുടെ ഇന്റർ മിലാന്റെ പ്ലേയേഴ്സിനെ വെച്ച് നോക്കിയാൽ ബരേല അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ഒരു രക്ഷയുണ്ടായിരുന്നു ഇന്നലെ. കുറെ ടൈറ്റ് സ്പേസസിലൊക്കെ ബരേലന്റെ ഓരോ മൂവ്മെന്റ്സ് ഒക്കെ അടിപൊളിയായിരുന്നു. ഈ സിറ്റിയുടെ പ്രസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബരേല എന്ന പ്ലെയർ വഹിച്ചൊരു പങ്ക് വളരെ വലുതായിരുന്നു. സിറ്റി ഇന്റർ മിലാൻ പ്ലേയേഴ്സിനെ പ്രസ് ചെയ്യുമ്പോഴും ബരേല വളരെ കാം ആൻഡ് കമ്പോസ്ഡ് ആയിരുന്നു ബോളിൽ. പുള്ളിക്കാരൻ ആ സിറ്റിയുടെ പ്രഷറൊക്കെ നിർവീര്യമാക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എനിക്ക് തോന്നുന്നു മാച്ചിന്റെ മാൻ ഓഫ് ദ മാച്ചും ബരേലയായിരുന്നു. സിറ്റിയുടെ എത്തിഹാഡ് ഗ്രൗണ്ടിൽ വന്ന് സിറ്റിയെ 0-0 എന്ന സമനിലയിൽ തളച്ചത് തന്നെ ഒരു നല്ലൊരു റിസൾട്ടാണ്. എനിക്ക് തോന്നുന്നു ഇന്റർ മിലാന്റെ കോച്ച് ഹാപ്പി ആയിരിക്കും ഈ ഒരു റിസൾട്ട് കാരണം. പെപ്പിനും പെപ്പിന് പിന്നെ പറയാൻ ഒരു മേജർ തിങ്ക് 45-ാം മിനിറ്റിൽ ഡിബ്രൂയിനെ ഇഞ്ചറി ആയിട്ട് പോകുന്നത് നമ്മൾ കണ്ടു. അതിനെക്കുറിച്ച് കൂടുതൽ റിപ്പോർട്ടൊന്നും വന്നില്ല. പെപ്പ് പിന്നെ പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞത് നമ്മൾ ടെസ്റ്റ് ചെയ്യുകയാണ്.
അസസ് ചെയ്യും. ഇന്ന് അസസ് ചെയ്യും. എന്നിട്ട് നമുക്ക് നോക്കാം എന്താണ് ഇഞ്ചുറി, സീരിയസ് ആണോ, മൈനർ ഇഞ്ചുറി ആണോ, അല്ല വല്ല നോക്കാണോ എന്നൊക്കെ ടെസ്റ്റിന് ശേഷം നമുക്ക് പറയാൻ പറ്റും എന്നാണ് പെപ്പ് പറഞ്ഞത്. അപ്പൊ അതേപോലെ സാവിഞ്ഞോയെ ഹാഫ് ടൈമിൽ പിൻവലിച്ച ഫോഡനെ ഇറക്കിയായിരുന്നു ഇന്നലെ പെപ്പ്. പിന്നെ ഇത്രയൊക്കെയായിരുന്നു മാച്ച് നടന്നത്. 0-0 ആണ്. എന്നാലും ഒരു നല്ല മാച്ചായിരുന്നു. നല്ലപോലെ ഹോംവർക്ക് ചെയ്തിട്ടാണ് ഇന്റർ മിലാൻ ഇന്നലെ കളത്തിലേക്ക് ഇറങ്ങിയത്. അവർ സിറ്റിയുടെ സിറ്റിയുടെ കയ്യിൽ നിന്ന് ബോൾ കിട്ടിയാൽ അടുത്ത ഒരു 5 സെക്കൻഡിൽ എത്രയും പെട്ടെന്ന് സിറ്റിയുടെ ബോക്സിലേക്ക് ഒരു കൗണ്ടർ അറ്റാക്കിങ് ചെയ്യും. അതൊരു നല്ല സ്ട്രാറ്റജി ആയിട്ടാണ് കണ്ടത്. സിറ്റി കുറച്ച് തടയാതെ ഇല്ല, അവരുടെ അറ്റാക്ക് ഒക്കെ തടഞ്ഞെങ്കിലും ഒരു നല്ല നല്ല ചാൻസ് കിട്ടിയത്. പിന്നെ പ്രത്യേകിച്ച് ഒരു ചാൻസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു കൗണ്ടർ അറ്റാക്കിങ്ങിലായിരുന്നു അവരുടെ മിക്കറ്റായതിന് ഒരു ചാൻസ് കിട്ടിയായിരുന്നു. ഇന്റർ മിലാന്റെ മിക്കറ്റായതിന് ഒരു ചാൻസ് കിട്ടിയായിരുന്നു. അതും ഓൺ ടാർഗറ്റ് ആയിരുന്നില്ല, പുറത്തേക്ക് അടിച്ചു. ഇതൊക്കെയായിരുന്നു ഇന്നലെ നടന്ന മാച്ചിൽ നടന്ന ഒരു മേജർ ഇമ്പോർട്ടന്റ് മൊമെന്റ്സ്. ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ടായിരുന്നു 0-0 എന്ന സ്കോർ ലൈനിൽ നിന്നുപോയത്. പക്ഷെ നല്ലൊരു കളിയായിരുന്നു. സിറ്റിയും നല്ല കളിയായിരുന്നു. സിറ്റിക്കും ഒരുപാട് ചാൻസ് കിട്ടിയായിരുന്നു, ഇന്ററിനും ചാൻസ് കിട്ടിയായിരുന്നു. പക്ഷെ സ്കോർ ലൈൻ 0-0 അവസാനിച്ചു. അപ്പം രണ്ടുപേരും ഒരു പോയിന്റ് വീതം ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതൊരു ഗ്രൂപ്പ് ഫേസ് ആണെന്ന് അറിയാലോ യുസിഎൽ. പക്ഷേ എനിക്ക് തോന്നുന്നു രണ്ട് ടീമുകളും റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് എത്തുന്ന ഒരു കളി കളിച്ചിട്ടുണ്ട് ഇന്നലെ. അവര് എത്തും എന്ന് തന്നെയാണ് എന്റെ ഒരു വിശ്വാസം.